Thank you. മിസ്റ്റർ ആയുർവേദം ആവശ്യമൊക്കെ ഓർഡർ ചെയ്തോ? ഇറ്റ്സ് മൈ ട്രീറ്റ്. Yes, sir. One orange juice, Okay. one grilled fish, All right. marinated chicken stripes. Chicken strips, sir? Yeah. Yeah. Grilled prawns. Great. Is that all, sir? Yes. നോക്കൂ മോളെ, എന്ത് ഹാപ്പി ആയിരുന്നു നിങ്ങൾ രണ്ടാളും ബാംഗ്ലൂര്. പെർഫെക്റ്റ് കപ്പിളായിട്ട്. ഞാൻ വിവേകിന് സൈഡ് പിടിക്കല്ല, പക്ഷെ ധ്വനി മോള് വാശി ഒന്ന് കുറച്ച് ഒന്ന് ഓപ്പൺ ആയിട്ട് നിന്നാൽ തീരാവുന്ന പ്രശ്നമില്ലുള്ളത്. ധ്വനിയുടെ പേഴ്സണൽ ലോസ് എനിക്ക് മനസ്സിലാവും. ശരിക്കും സങ്കടമുള്ള കാര്യമാണ്. റിയലി ട്രാജിക്. പക്ഷെ റിയാലിറ്റി നമ്മൾ ഇനി ആക്സെപ്റ്റ് ചെയ്യണ്ടേ? Thank you. നിന്റെ പേരൻസ് വരെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. നീ മാത്രമാണ് ഇതിന്റെ പേരും പറഞ്ഞു ഇവിടെ ഇങ്ങനെ. ഞാൻ ഗോവ വന്ന പിന്നെ നീ വേറെ ആളാ. വിവേകിനെ ന്യൂസിലൻഡ് നല്ലൊരു ഓഫറുണ്ട്. ഒന്ന് മാറി നിന്നാൽ ധ്വനിയുടെ സിറ്റുവേഷൻ ബെറ്റർ ആവും. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഞാൻ മോളുടെ അമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്നു. രജിസ്റ്റർ ചെയ്ത് വെക്കാനാണ് അവരും പറയുന്നത്. അത് വെച്ച് മോളുടെ വിസയും അപ്ലൈ ചെയ്യാമല്ലോ. ബാംഗ്ലൂർ വെച്ചൊരു എൻഗേജ്മെന്റ്, ഒരു ഗ്യാരണ്ടിക്ക്. കല്യാണം പിന്നെ എപ്പോൾ വേണമെങ്കിലും ആവാലോ. So your chicken strips. Enjoy. Oh, so sorry. Sorry. I'll just get your order. ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. എടുത്തോട്ടെ. ധോനി, ഞാൻ ഒരു മോശം പാർട്ട്ണർ ആവുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? And you know that I love you the most. അല്ലേ? Grilled fish. അതെന്റെ അതൊപ്പി. ഗ്രിൽ ഫിഷ് ഞാൻ ഓർഡർ ചെയ്തത്. At least get us some water. മോള് പറ, ആൻറ്റി പ്രൊസീഡ് ചെയ്യട്ടെ. ആൻറ്റി, ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ നോ യു ആൾ ലവ് മീ, പക്ഷേ എനിക്കൊന്ന് ആലോചിക്കണം. ഇതെന്താ റോക്കറ്റ് സയൻസ് ഉത്തരം ആലോചിക്കാൻ? Yes or no? And you know what to say. ആൻറ്റിക്ക് അറിയാം മോൾ എന്താ പറയാൻ പോകുന്നതെന്ന്. അതുകൊണ്ടല്ലേ വിളിച്ച പാടെ ഞാൻ ആ ഫ്ലൈറ്റ് ചാടിക്കറി അങ്ങ് വന്ന്. ദേ, ഇവനെ ഇനി വെറുതെ മുട്ടുകുത്തി പ്രപ്പോസ് ഒന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ. Why not? Will you marry me? My cupcake. Grilled prawns. ഇതും ഞാൻ ഓർഡർ ചെയ്തതാണ്. എന്നാൽ സാരമില്ല, ആൻറ്റി കഴിച്ചു. നീ വന്നേ വന്നേ, ഹോൾഡ് ചെയ്യണേ. ഇന്നും കൂടെ കൂട്ടി 2 ദിവസത്തെ പരിചയം എനിക്ക് നീ ആയിട്ടും. ഇവർ ഈ പറയുന്നതിൻ്റെ ഇഷ്യൂ എന്താണെന്നോ, നീയോ അവന് എത്ര കാലം പ്രേമത്തിലായിരുന്നോ, നിന്നെ എന്തിനാ ഇപ്പം ഞാൻ നീന്ന് വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവൻ നിനക്ക് വേണ്ട. അത് തന്നെ. അവനെയും തള്ളേ ഞാൻ കുനിച്ചിരുത്തി ഇടിക്കാതെ എനിക്ക് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. രജിസ്റ്റർ ചെയ്ത ഗ്യാരണ്ടി എത്ര? നീ എന്തോ ഫ്രിഡ്ജാ? Fish thali. അതെ, അത്രത്തോളം ഇല്ലെങ്കിലും അത്യാവശ്യം ബോറായിട്ടുള്ള ആളായിരുന്നു ഞാൻ. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എൻ്റെ മുഖത്ത് നോക്കി നോ പറഞ്ഞപ്പം ഞാൻ നന്നായി. അതുപോലെ അസലായിട്ടൊരു നോ പറഞ്ഞു അവനെ ഒന്ന് നന്നാക്കാം പ്ലീസ്. വിവേക്, ഇറ്റ്സ് എ നോ. What? ഉറക്കെ പറ. ഇറ്റ്സ് എ നോ. പ്ലീസ്. I quit. You suffer. അല്ല ബില്ല്? അത് ഞാൻ കൊടുത്തോളാം. പിന്നെ എന്നെ നീന്നൊന്നും വിളിക്കണ്ട. മിസ്റ്റർ ആയുർവേദം, താങ്ക്സ്. നൈസ്.